നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി BD സതീശൻ. DTPC ജില്ലാതല ഓണാഘോഷങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മറിയം വീട്ടിൽ ഓണാഘോഷവുമായി പാണഞ്ചേരി കർഷക കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. ഓണാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മലയാളത്തിന്റെ മഹനീയ സങ്കല്പമാണ് ഓണം. ജാതി മത ചിന്തകൾക്കതീതമായി എല്ലാ മലയാളികളുടെയും അഭിമാനകരമായ ആഘോഷം. അതിജീവനത്തിന് പ്രേരിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവുണ്ടാക്കുന്നതുമാണ് ഓരോ ഓണാഘോഷങ്ങളും. സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. പ്രകൃതി ദുരന്തമുണ്ടാക്കിയ പ്രയാസങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. അതിജീവനത്തിനുള്ള കരുത്തും ആത്മവിശ്വാസവുമാണ് ഓരോ ആഘോഷങ്ങളിലൂടെയും നാം കൈവരിക്കുന്നത്. വിലക്കയറ്റമില്ലാത്ത ഓണാഘോഷത്തിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സന്തോഷകരവും മുന്നോട്ടുള്ള യാത്രയിൽ കരുത്തും നൽകുന്നതാകട്ടെ ഇത്തവണത്തെ തിരുവോണം. സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും വിതച്ച് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നവർ തക്കം പാർത്തിരിക്കുന്ന ഈ കാലത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കാനാകണം. അതുതന്നെയാണ് ഓണാഘോഷത്തിന്റെ സന്ദേശം. കേരളത്തിലെ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാം ഊഷ്മളമായ ആശംസകൾ അറിയിക്കുന്നു. ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഐതിഹ്യമനുസരിച്ച് മാവേലി മന്നൻ തൻ്റെ പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് എത്തുകയാണ്. പ്രകൃതി വരെ ഹരിതാപമായി മാറിയിരിക്കുകയാണ്. മനുഷ്യരെല്ലാവരും ആഹ്ലാദത്തിലാണ്. ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ബന്ധുക്കളോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം എല്ലാവരും ഒരുമിച്ച് ചേരുന്ന അതിമനോഹരമായ ഒരാഘോഷമാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഓണാഘോഷവും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്. മണ്ണുത്തിയിൽ 14 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിൽ. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് സിറ്റി നാർക്കോട്ടിക് സെൽ ACP ഷിബു P-യുടെ നേതൃത്വത്തിൽ ഡാൻസ് സബ് സംഘവും മണ്ണുത്തി പോലീസും നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. സംഭവത്തിൽ അഞ്ചേരി സ്വദേശി 26 വയസ്സുള്ള സാൻജോ അറസ്റ്റിലായി. പോലീസ് ഉദ്യോഗസ്ഥരായ വിമോദ്, അനുരാജ് എന്നിവരാണ് MDMA പിടികൂടിയത്. നിങ്ങളുടെ എന്താണോ എന്തത് എന്നോട് അറിയില്ല. എത്ര ഗ്രാമുണ്ട്? കവറടക്കം 14.7 ഉണ്ട്. നെല്ലിക്കുന്ന് ജ്വാല സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കൌൺസിലർ ML റോസി നിർവഹിച്ചു. സെന്റ് മേരീസ് കപ്പേള പരിസരത്ത് നിന്ന് ആരംഭിച്ച പരിപാടികൾ കൌൺസിലർമാരായ സന്തോഷ് ഗ്രീഷ്മ പ്രസാദ് എന്നിവരും ജ്വാല ഭാരവാഹികളും നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
കിഴക്കുംപാട്ടുകര ഫ്രണ്ട്സ് ഓഫ് രാജർഷി കുമ്മാട്ടി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. കുമ്മാട്ടി സംഘം സെക്രട്ടറി വിനു വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വടക്കുമുറി കുമ്മാട്ടി സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് പുതിയ കുമ്മാട്ടി മുഖത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. വർണ്ണപ്പൊടികളുടെ ദൃശ്യവിസ്മയം തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കുമ്മാട്ടി മുഖശില്പി രാമചന്ദ്രൻ ചേർപ്പനെ ആദരിച്ചു. ഷോബിൻ തോമസ്, പി എൻ സുഗുണൻ, സുരേഷ് ഹിമാസ്, ആനന്ദ് ഗോപുരത്തിങ്കൽ, ദീപക് എ വി എന്നിവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി വീരനാട്യവും കുമ്മാട്ടി മുഖങ്ങളുടെ പ്രദർശനവും എടക്കുന്നി വാര്യത്ത് നിന്നുള്ള കുമ്മാട്ടി പുറപ്പാടും നടക്കും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായി ലോകമാകെ വിരൽ തുമ്പിലിട്ട് അമ്മാനമാടാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ആ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതെങ്ങനെ വേണം, എന്തായിരിക്കണം എന്നൊക്കെ കൂടി സംസാരിച്ച് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഈ ഇപ്പോൾ കൊത്തിയിട്ടുള്ള ഈ മുഖം. ഇതിന് അഘോരി ശിവൻ എന്നുള്ളൊരു നാമകരണമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ശിവമുഖങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആ സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ 4 മണിക്ക് എന്ന് പറഞ്ഞത് ഒരു 5 മണിയാകേണ്ടി വന്ന് തുടങ്ങാൻ. പക്ഷെ പതുക്കെ മഴയൊക്കെ പോയി. ഞാൻ അവന് പറഞ്ഞു, അയ്യോ ചേട്ടാ വലിയ കഷ്ടമായില്ലോ, ഇതൊക്കെ നമ്മൾ ഇത്രയും കാശൊക്കെ ചിലവ് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു, നീ പേടിക്കാണ്ടൊക്കെ റെഡിയാവും. എല്ലാത്തിനൊരു ദൈവികമായിട്ടുള്ള ഒരു ശക്തിയുള്ളതാണ് ഈ കുമ്മാട്ടി. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. മഴയൊക്കെ പതുക്കെ പൊക്കോളും. പറഞ്ഞ മാതിരി തന്നെ ഒരു 5:30 ആയപ്പോഴേക്കുമ്പോൾ മഴയൊക്കെ പതുക്കെ പോയി. ഇപ്പം നല്ല നിലയിൽ തന്നെ കുമ്മാട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 നാളുള്ള കുമ്മാട്ടിയാണ് നമ്മുടെ കുമ്മാട്ടി. നാളെയും ഉണ്ട് കുമ്മാട്ടി, മറ്റന്നാളും ഉണ്ട് കുമ്മാട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം കിഴക്കുംപാട്ടുകര നമ്മളെ വടക്കുമുറി ഭാഗത്ത് നമ്മൾ 4 ദിവസം ഇപ്പോൾ ഓണം ആഘോഷിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 ദിവസമായിരുന്നു. നമ്മൾക്ക് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടേതായിട്ടുള്ള പോയിട്ടുള്ള പുറത്തേക്ക് പോയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അവിടെ ഒരാളുടെ പേര് വിട്ടുപോകുന്ന ഞങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശം നൽകിയ വ്യക്തിത്വത്തിനുടമയാണ് പി എൻ സുഗുണൻ. അദ്ദേഹത്തെയും അതുപോലെ തന്നെ പൂക്കളമിടാനുള്ള പൂ പറിക്കാൻ വേണ്ടി പൂത്തൊട്ടി തോളിലേറ്റി പൂ പറിക്കുന്ന കുട്ടിക്കാലമുണ്ടല്ലോ. എന്നും നമ്മുടെ മനസ്സിൽ നമുക്ക് വളരെ മധുര സ്മരണകൾ നൽകുന്ന കുട്ടിക്കാലമാണ്. അന്ന് പട്ടിണിയുണ്ട്, പരിവട്ടമുണ്ട്, രോഗമുണ്ട്, ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെയുണ്ട്. പക്ഷെ അന്ന് ഓണം വരിക എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല, മാലോകരെ സംബന്ധിച്ചെല്ലാം വളരെ ആഹ്ലാദ നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. കാരണം വറുതിയുടെ നാളുകൾ പിന്നിട്ട്, കർക്കിടകത്തിലെ ദുർഘടം പിന്നിട്ട് വരുന്ന പൊന്നും ചിങ്ങമാസം മറ്റേ വിളവെടുപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റേ സമൃദ്ധിയുടെയും ഒക്കെ ഉള്ള ഒരു നാളുകളിലേക്ക് പുത്തൻ ഉടുപ്പ് ലഭ്യമാകുന്നു, വയറു നിറച്ച് ഭക്ഷണം ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലം മലയാളക്കരയ്ക്ക് ഉണ്ടായിരുന്നു. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറഞ്ഞാൽ അത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്.
മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ് മലയാളക്കരത്തിലെ മലയാളികളെല്ലാം ഇന്നും സംസ്ഥാന ടൂറിസം വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ ഭരണകൂടം, തൃശൂർ കോർപ്പറേഷൻ സംയുക്തമായി തേക്കിൻകാട് മൈതാനത്ത് നായ്ക്കനാലിനു സമീപം സംഘടിപ്പിച്ച ഓണാഘോഷം 2026 ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് നിർവഹിച്ചു. കൊടുമുടി കയറുന്ന പുലിക്കളിയുടെ ചടുല താളങ്ങളും നെഞ്ചിലേറ്റുന്ന സാംസ്കാരിക തലസ്ഥാനമാണ് നമ്മുടെ തൃശ്ശൂർ. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോന്നുന്ന മാവേലി മന്നന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ പൊന്നാണ കാലത്ത് തൃശ്ശൂരിന്റെ ഈ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തൃശ്ശൂർ ഓണാഘോഷം 2026 വേദിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട എംഎൽഎ ശ്രീ കെ രാജൻ സാറിനെ പരിശ്രമം ഈ വേളയിൽ ഞാൻ എടുത്തു പറയുന്നു. എല്ലാ വിഭാഗം ഇന്നിവിടെ മഹനീയ സാന്നിധ്യമായി എത്തിച്ചേർന്നിരിക്കുന്ന തൃശൂർ വിദ്യാർത്ഥികളും പ്രായമായവരും തമ്മിലുള്ള ആ ഇടയിലുള്ള വ്യത്യാസം അകലം കൂടാതെ ചേർത്ത് പിടിക്കാനുള്ള അവസരങ്ങളെ ഓണത്തിൽ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതായത് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ചുരുങ്ങി തന്റേതായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു. ഇത് പൊതുവെ എല്ലാ വീട്ടിലും അണുകുടുംബങ്ങളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് അറിയപ്പെട്ടിരുന്ന നന്മകളെയൊക്കെ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും അതുപോലെ തന്നെ ഔദ്യോഗിക പരിപാടിക്രമങ്ങളിലെയൊക്കെ ഭാഗമാക്കി മാറ്റുന്നത് തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും സംസ്ഥാനത്തൊക്കെ വികസനത്തെ പറ്റിയൊക്കെ പറയും. വികസനങ്ങളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാതെ മറന്നു പോകുന്ന ഒന്ന് എന്ന് പറയുന്നത് ജനങ്ങളുടെ സന്തോഷം എന്ന് പറയുന്ന ഒന്നാണ്. വികസിത രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ അതിനുവേണ്ടി ഒരു വകുപ്പ് തന്നെയുണ്ട്. അതിനുവേണ്ടി പ്രത്യേകപ്പെട്ട മന്ത്രിമാരോ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ആളുകളുമുണ്ട്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വകുപ്പിനെ പറ്റി നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. ജനങ്ങൾ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന തീരുമാനങ്ങളാണോ സർക്കാരിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പരിശോധന എപ്പോഴും അത്യാവശ്യമാണ്. ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഭരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമെന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. അപ്പൊ ജനം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഭരണ സംവിധാനങ്ങളുടെ മാറ്റങ്ങൾ വരണം. ജനം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പൊതു സംവിധാനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടണം. ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങൾക്കൊപ്പം തന്നെ ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്, ഭക്ഷണം പ്രധാനപ്പെട്ടതാണ്, തൊഴിൽ പ്രധാനപ്പെട്ടതാണ്, സാമ്പത്തികമായ സൗകര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സമ്പത്തും ആരോഗ്യവും തൊഴിലും എല്ലാം ഉണ്ടായെങ്കിൽ കൂടി മനുഷ്യരെ സംബന്ധിച്ച് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് അർത്ഥമാക്കാൻ സാധിക്കില്ല. അപ്പൊ ജനങ്ങളുടെ സന്തോഷവും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഒത്തുകൂടാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. സമയമില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാവരും ഭയങ്കര സ്ട്രെസ്സിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമുക്ക് പൊതുവായ ഇടങ്ങൾ വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വേദിയിൽ ഒരുപാട് കലാപരിപാടികൾ അണിനിരക്കാൻ അങ്ങനെ സംയുക്തമായി നടത്തപ്പെട്ട ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ജില്ലാ സാറിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് ഒരു കഴിഞ്ഞൊരു സ്ഥലത്ത് ഇനിയൊരു ഇടവേള.
3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. ഓണാശ്വാസ കിറ്റ് വിതരണം ചെയ്തു. നെല്ലങ്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധനരായ 100-ൽ പരം കുടുംബങ്ങൾക്ക് പലചരക്ക് പച്ചക്കറി കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്തു. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഓണ സന്ദേശത്തെ അന്വർത്ഥമാക്കുന്ന ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നടത്തിയ സേവനം നിർധനരായ കുടുംബങ്ങൾക്ക് സമൃദ്ധിയായ ഓണസദ്യ ഒരുക്കുവാൻ സഹായകരമായി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു. നെല്ലങ്കര കൂട്ടായ്മയുടെ പ്രസിഡന്റ് തിമോത്തി വടക്കൻ അധ്യക്ഷനായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ആതുര ശുശ്രൂഷ മേഖലയിൽ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ചുവരുന്ന പ്രമുഖ ENT സർജൻ ഡോക്ടർ PT അരുൺകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത്, ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് K പത്മനാഭൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. നെല്ലങ്കര കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് K സുരേഷ് കുമാർ സ്വാഗതവും സെക്രട്ടറി KM രാജു നന്ദിയും അറിയിച്ചു. നടത്തറ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സമാശ്വാസ നിധി വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. നടത്തറ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ അംഗങ്ങൾക്കുള്ള സമാശ്വാസ നിധിയുടെ വിതരണം നടത്തി. ബാങ്ക് ഹെഡ് ഓഫീസിൽ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ജെയ്സൺ പുലിയളക്കൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി ML ബേബി, നടത്തറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ES അനിരുദ്ധൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് സനീഷ് TC, ഡയറക്ടർമാരായ ജോയ് കുളങ്ങര, EP സുധാകരൻ, ജിജോ ചാക്കപ്പൻ, ശോഭന വിദ്യാസാഗർ, ഷർലി മോഹൻ, അനിൽ രാമചന്ദ്രൻ, ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് സനൽ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. 11 പേർക്കായി ഏകദേശം 2 ലക്ഷം രൂപയുടെ സമാശ്വാസ നിധി വിതരണം ചെയ്തു. പലപ്പോഴും സഹകരണ ബാങ്കിൻ്റെ സഹകരണ മേഖലയിലെ ബാങ്കുകളുടെ ചെറിയ വീഴ്ചകൾ പോലും ആളുകൾ ഊതികുറിപ്പിച്ച് ഇന്ന് മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പരസ്യങ്ങളും മറ്റും കൊടുത്ത ആളുകളെ ട്രാക്കിയെടുത്ത് ഒരുപാട് പേരെയാണ് പരിപാടിയാക്കിയിട്ടുള്ളത്. NBFCകളും നിധികളൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് പേരെ പല വിധത്തിൽ ഉപയോഗിച്ച ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. സഹകരണ ബാങ്കിലൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പറയുന്നത്. പക്ഷേ കയറി നടന്നത് എത്ര കാലഘട്ടം നടക്കുന്നത്. ഞാൻ അടക്കം എൻ്റെ മോളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്വാതന്ത്ര്യ സൊസൈറ്റിയുടെ റോളുണ്ട്. എന്ത് പെട്ടെന്നാണ് അത് കിട്ടുക. നേരെ മറിച്ച് ആ ഒരു വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ഞാൻ പോയി കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ബാങ്കിലായാലും മനുഷ്യനെ നടത്തി ഒഴിവാക്കിയാണ്. അപ്പോൾ ആ സഹകരണ ബാങ്കിനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഉത്തരവാദിത്വം വേണം. ബാങ്കിൽ നിന്ന് ലോൺ ജോർജലൻ, രാഗി, ബിനു വിൽസൺ, ശ്രീദേവി രവികുമാർ,
സെബാസ്റ്റ്യൻ PJ സെബാസ്റ്റ്യൻ, പ്രദീപ്, ഷീല വിജയൻ, മിൽക്ക പോൾ, കാര്യങ്ങൾ പറയാൻ പക്ഷേ ഈ പരിപാടി ഏറ്റവും മനസ്സിനുള്ളിൽ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ തന്നെയും നമ്മുടെ ഫാർമേഴ്സ് ബാങ്ക് ഇവിടെ ഇങ്ങനെ ഓരോ മെമ്പർമാരും ഒരു നെഞ്ചോട് ചേർത്ത് പിടിക്കും. അവർക്ക് വേണ്ട ഒരിടവേള കൂടി. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. തിളക്കവും ഭംഗിയും ഒരുമിക്കുന്ന ആഭരണ ലോകം ഗ്ലീം ആൻഡ് ഗ്ലേസ്. വിവാഹം, നിശ്ചയം, റിസപ്ഷൻ, ഫോട്ടോഷൂട്ട്, ആഘോഷവേളകൾ, ഏതവസരത്തിനും ഇനി പ്രീമിയം ആഭരണങ്ങൾ വാടകയ്ക്കും വിൽപ്പനയ്ക്കും ലഭ്യമാണ്. ആന്റിക് ജ്വല്ലറി, ടെമ്പിൾ ജ്വല്ലറി, കുന്ദൻ ജ്വല്ലറി, AD ജ്വല്ലറി, ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി, ആന്റി ടാർണിഷ് ജ്വല്ലറി തുടങ്ങി ഏറ്റവും പുതിയ ഡിസൈനുകളുടെ വിപുലമായ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഗ്ലീം ആൻഡ് ഗ്ലേസ്, ബസാർ റോഡ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പട്ടിക്കാട്, തൃശൂർ. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 8590132139. വാർത്തകളിലേക്ക് വീണ്ടും. DTPC ജില്ലാതല ഓണാഘോഷങ്ങൾക്ക് ജില്ലയിൽ തുടക്കം. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് സമ്പത്തും ആരോഗ്യവും തൊഴിലും പോലെ പ്രധാനമാണ് സന്തോഷമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ പൊതുവായ ഇടങ്ങളും പരിപാടികളും കൂട്ടായ്മയും ഊഷ്മളമായ ബന്ധങ്ങളും വേണം. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒത്തുകൂടാനുള്ള സാഹചര്യവും സൗകര്യങ്ങളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും സമയമില്ലായ്മയാണ് വലിയ പ്രശ്നമെന്നും വലിയ സമ്മർദ്ദത്തിലാണ് എല്ലാവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും മാറ്റമുണ്ടാകണമെങ്കിൽ പൊതുവായ ഇടങ്ങളും വിനോദ പരിപാടികളും ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷനായിരുന്നു. MLAമാരായ K രാജൻ, NK അക്ബർ, തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേരി തോമസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് എന്നിവർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സ്വാഗതവും ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ് നന്ദിയും അറിയിച്ചു. തേക്കിൻകാട് മൈതാനിയിൽ പഞ്ചവാദ്യത്തോടെയാണ് തുടക്കമായത്. ഉദ്ഘാടന ചടങ്ങിനു ശേഷം അപൂർവ ബാൻഡ് സരിഗമ സീസൺ 2 വിജയികൾ ഒരുക്കിയ മെഗാ ഷോ അരങ്ങേറി.
മറിയം വീട്ടിൽ ഓണാഘോഷവുമായി പാണഞ്ചേരി കർഷക കോൺഗ്രസ്. പാണഞ്ചേരി മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ തിരുവോണം ചെമ്പൂത്രയിലുള്ള മറിയം വീട്ടിലെ അന്തേവാസികൾക്കൊപ്പം വിപുലമായ ചടങ്ങുകളോടുകൂടി ആഘോഷിച്ചു. തിരുവോണാഘോഷത്തിന്റെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ MP വിൻസെന്റ് അന്തേവാസികൾക്ക് കൂടയിൽ പച്ചക്കറികൾ നൽകി നിർവഹിച്ചു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൗലോസ് അധ്യക്ഷനായിരുന്നു. തിരുവോണ നാളിൽ അമ്മമാരോടൊപ്പം ഓണം ആഘോഷിക്കാനും ഓണസദ്യ ഉണ്ണാനും നേതൃത്വം നൽകിയ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തെ MP വിൻസെന്റ് അഭിനന്ദിച്ചു. മറിയം വീട്ടിലെ അന്തേവാസികളുടെ തുടർ ആവശ്യങ്ങൾക്ക് തന്റെ 1 മാസത്തെ പെൻഷൻ കാശ് സംഭാവനയായി വേദിയിൽ വെച്ച് നൽകി. DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റോയ് K ദേവസി, MU മുത്തു, KP എൽദോസ്, ഷിജോ P ചാക്കോ, ബാബു തോമസ്, T രാജപ്പൻ, PG ബേബി, AC മത്തായി, രാജു കാവ്യത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ജോളി ജോർജ്, അജു തോമസ്, സോഫി, മിനി വിനോദ്, വാസു പോലുവളപ്പിൽ, ബ്ലസൻ വർഗീസ്, ബാബു പാണംകുടിയിൽ, സുശീല രാജൻ, റെജി ജേക്കബ്, CD ആന്റണി, റഷീദ്, തങ്കായി കുര്യൻ, ബേബി താഴത്തുകുടിയിൽ, ബിന്ദു, ബിജു എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു വീട്, അവിടെ 25ഓളം വരുന്ന പാവപ്പെട്ടവരായ അമ്മമാരെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനസ്സ്, ഇതിൻ്റെ 5ഓ 6ഓ വരുന്ന ട്രസ്റ്റി മെമ്പർമാർ ചേർന്ന് ഇന്നിവിടെ നടത്തിപ്പോരുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരത്തിൽ അനവധി സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒല്ലൂർ നിയമമണ്ഡലത്തിലാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും 2, 3, 4, 5 സ്ഥാപനങ്ങൾ വെച്ചുണ്ട്. അവിടെയെല്ലാം ഓണം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. നേരത്തെ ഇവിടെ പൗലോസേട്ടൻ പറഞ്ഞതുപോലെ പൗലോസേട്ടൻ എന്നും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഈ പഞ്ചായത്തിൽ കർഷകരുടെ വിഷയങ്ങൾ വരുമ്പോൾ, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്ന മൃഗങ്ങളുടെ അപകടകരമായ അവസ്ഥകൾ വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ, അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൂട്ടിവരുന്ന പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കാൻ, അതിലുപരിയായി ഇപ്പോൾ ഇത്തരം ഒരു സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ 25 പേരും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ എല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും ഒരുമിച്ച് വിളിച്ച് ഇരുത്തി ഒരു ഭക്ഷണം കഴിച്ച് ഇവരുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാനുള്ള ഒരു മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട പൗലോസേട്ടനെയും അതിൻ്റെ കർഷക ഭാരവാഹികൾ ബേബി ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ അഭിനന്ദനം രേഖപ്പെടുത്തി. കരുതലോടെ പൊന്നോണം. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സായം പ്രഭ ഹോമിൽ മുതിർന്നവർക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യംപാടം ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മുതിർന്നവർക്കുള്ള ഓണാഘോഷം വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ആര്യംപാടം ലയൺസ് ക്ലബ് ഒരുക്കിയ ഓണക്കോടി സായം പ്രഭ ഹോമിലെത്തുന്ന മുതിർന്ന പൌരന്മാരായ അച്ഛനമ്മമാർക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ സമ്മാനിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മദനൻ, ആര്യംപാടം വാർഡ് കൌൺസിലർ PA അഷ്റഫ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, ആര്യംപാടം ലയൺസ് ക്ലബ് പ്രസിഡന്റ് PA മജീദ്, സെക്രട്ടറി കൃഷ്ണകുമാർ, ട്രഷറർ EK ജോഷി, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ PG സനീഷ്, ധന്യ നിധിൻ, കൌൺസിലർമാരായ പീതാംബരൻ, ലില്ലി ഫ്രാൻസിസ്, MAA ഡോൺ ബോസ്കോ, റിനി സണ്ണി, A ശൈലജ, സാമൂഹ്യനീതി വകുപ്പ് സായം പ്രഭ മാനേജർ കം ഫെസിലിറ്റേറ്റർ മാർഷൽ C രാധാകൃഷ്ണൻ, വയോമിത്രം കോർഡിനേറ്റർ KP സജീവ്, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിജി, പൊതുപ്രവർത്തക ജമീല ടീച്ചർ, അംഗങ്ങളായ CC കുര്യാക്കോസ്, M ശശികുമാർ, ആന്റോ വർഗീസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി BD സതീശൻ. DTPC ജില്ലാതല ഓണാഘോഷങ്ങൾക്ക് ജില്ലയിൽ തുടക്കമായി. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മറിയം വീട്ടിൽ ഓണാഘോഷവുമായി പാണഞ്ചേരി കർഷക കോൺഗ്രസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.